നമസ്കാരം. ചരിത്രത്തിൽ ചിലപ്പോഴൊക്കെ ചില പ്രതീകങ്ങൾ ശത്രുക്കൾ നൽകുന്ന പരിഹാസങ്ങളിൽ നിന്നാണ് ജനിക്കുന്നത് എന്ന് കാണാം. ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ചില രാഷ്ട്രീയ ചർച്ചകളിൽ കോക്രോച്ച് അഥവാ പാറ്റ എന്ന ജീവിയെ പരാമർശിക്കുന്നതും ആ പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വിജയവും നമ്മൾ കണ്ടു. എന്നാൽ ശാസ്ത്രീയമായും മനഃശാസ്ത്രപരമായും നോക്കിയാൽ ഒരു ജീവിയെ വിശേഷിപ്പിക്കാൻ ഇതിലും ശക്തമായ മറ്റൊരു പ്രതീകമുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. ഇവിടെ സംഭവിക്കുന്നത് അത്ഭുതകരമായ ഒരു വൈരുദ്ധ്യമാണ്. നമ്മുടെ ഇന്നത്തെ യുവജനതയിൽ ഭൂരിഭാഗം പേർക്കും തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ് കോക്രോച്ച് ഫോബിയ അഥവാ പാറ്റയോടുള്ള ഭയം എന്നത്. വഴിയിൽ അതിനെ കണ്ടാൽ, പാറ്റയെ കണ്ടാൽ പോലും മാറി നടക്കുന്ന, ഭയത്തോടെ നോക്കിക്കാണുന്ന ഒരു ജീവിയാണ്. എന്നാൽ അതേ യുവത്വം തന്നെയാണ് ഇന്ന് തങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ എതിരാളികൾ ഉപയോഗിച്ച ഈ കോക്രോച്ച് എന്ന ഈ പേരിനെ, ആ പ്രതിരോധത്തെ അതൊരു പ്രതിരോധ കവചമാക്കി മാറ്റിയത്. ഭയപ്പെട്ടിരുന്ന ഒന്നിൽ നിന്നും അതിജീവനത്തിന്റെ പുതിയൊരു ഐഡന്റിറ്റി രൂപപ്പെടുത്തി എടുക്കുക എന്നത്, പരിഹാസത്തിന്റെ കുന്തമണിയെ വിജയത്തിന്റെ ആയുധമാക്കി മാറ്റുക എന്നത്, അത് രാഷ്ട്രീയത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു വമ്പൻ സൈക്കോളജിക്കൽ ഷിഫ്റ്റാണ് കേട്ടോ. 1886 പ്രശസ്തമായ ബ്രിട്ടീഷ് ജന്തുശാസ്ത്രജ്ഞരായ രണ്ടുപേരാണ് അവർ. എൽസി മിയാളും ആൽഫ്രഡ് ഡെനിയും. അവർ ഒരുമിച്ച് ചേർന്ന് എഴുതിയ ക്ലാസിക് ഗ്രന്ഥമാണ് ദ സ്ട്രക്ചർ ആൻഡ് ലൈഫ് ഹിസ്റ്ററി ഓഫ് ദ കോക്രോച്ച്. ഈ പുസ്തകത്തിൽ അവർ വ്യക്തമാക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: പാറ്റ എന്നത് കേവലം ഒരു വീട്ടുപദ്രവകാരിയായ ജീവിയല്ല, മറിച്ച് ഭൂമിയിലെ ഏറ്റവും വിജയകരമായ ഒരു ബയോ മെക്കാനിസമാണ് എന്നാണ്. 300 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസറുകൾ പോലും ഇല്ലാതിരുന്ന കാർബോണിഫറസ് യുഗത്തിൽ അപ്പോൾ രൂപപ്പെട്ടതാണ് ഈ ബോഡി പ്ലാൻ എന്നത്. പ്രതികൂലമായ ഏതൊരു കാലാവസ്ഥയും തരണം ചെയ്യാനുള്ള അതിജീവന ശക്തിയും, തല വേർപെട്ട് പോയാൽ പോലും ആഴ്ചകളോളം ജീവിക്കാനുള്ള അവരുടെ നാഡീവ്യൂഹത്തിന്റെ പ്രത്യേകത, ഏത് പരിസ്ഥിതിയിലും പൊരുത്തപ്പെടാനുള്ള വഴക്കം, ഇതെല്ലാമാണ് പാറ്റയെ ഈ ഭൂമി കണ്ട ഏറ്റവും വമ്പൻ മഹാദുരന്തങ്ങളെ പോലും അതിജീവിച്ച ജീവികളാക്കി മാറ്റിയത് എന്ന് കാണാം. ഇനി ഇതിനെ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ കോണ്ടക്സ്റ്റിലേക്ക്, രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് മാറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവജനതയുടെ പങ്കാളിത്തവും CJP എന്ന പ്രസ്ഥാനത്തിന്റെ ഉദയവും അതിന്റെ സംഘടനാ വളർച്ചയും വിശകലനം ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് കൃത്യമായ ഒരു അതിജീവന തന്ത്രമാണ് നമ്മൾ കാണുന്നത്. എതിരാളിയുടെ വിമർശനങ്ങളെയും രാഷ്ട്രീയ കൊടുങ്കാറ്റുകളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് താഴെത്തട്ടിൽ വേരൂന്നി പ്രവർത്തിക്കാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, പാറ്റയുടെ എക്സോസ്കെലിറ്റൻ അതിന് നൽകുന്ന സംരക്ഷണം പോലെ ഒരു പ്രസ്ഥാനത്തിന് ജനങ്ങളുടെ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ശക്തമായ പിന്തുണ ഒരു പ്രതിരോധ കവചമായി ഇവിടെ മാറുകയാണ്. പ്രതീകാത്മകമായി പറഞ്ഞാൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും ഏത് കഠിനമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ചുവടുറപ്പിച്ച് നിൽക്കാനും ഒക്കെ സാധിക്കുന്ന നമ്മുടെ യുവത്വത്തിന്റെ ഒരു ഉണർവാണ് ഈ ഒരു വലിയ വിജയത്തിന് പിന്നിൽ എന്ന് നമുക്ക് കാണാവുന്നതാണ്. മിയാളും ഡെന്നിയും ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് അവരുടെ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാറ്റകളുടെ വളർച്ചാ ഘട്ടത്തെക്കുറിച്ചാണ്. അവർ ഒറ്റ രാത്രി കൊണ്ട് പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല. പാരാമെറ്റബോളസ് രൂപാന്തരണം, അതുവഴി നിംഫ അവസ്ഥയിൽ നിന്ന് ഓരോ ഘട്ടമായി തോട് പൊഴിച്ച് ശക്തി പ്രാപിച്ചാണ് അവ വളരുന്നത്. ഇതുതന്നെയാണ് CJP എന്ന പാർട്ടിയുടെ യുവജന തന്ത്രത്തിലും പ്രതിഫലിച്ച് കാണുന്നത് എന്ന് തോന്നുന്നു. പ്രതിസന്ധികളിൽ കരുത്തു നേടിക്കൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലരായ യുവ നേതാക്കളെ വളർത്തിയെടുക്കുന്ന കൃത്യമായ ഒരു ഘടനയിലേക്ക് ചുവടുവെച്ചുകൊണ്ട്, തങ്ങൾ പേടിച്ചിരുന്ന ഒന്നിനെ ശാസ്ത്രീയമായ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ തന്നെ സ്വന്തം രാഷ്ട്രീയ വീര്യമാക്കി മാറ്റാൻ യുവജന കാണിച്ച ഈ ആർജവത്തെയാണ് വിമർശകർ നിസ്സാരമെന്ന് കരുതുന്നതെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് ശാസ്ത്രത്തെയും മനഃശാസ്ത്രത്തെയും രാഷ്ട്രീയത്തെയും ഒരുമിച്ച് നിർത്തി നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: നിസ്സാരമെന്നും ഭയപ്പെടുത്തുന്നതെന്നും തോന്നുന്ന ഒന്നിലാണ് പലപ്പോഴും ഏറ്റവും വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് എന്ന്. സ്വന്തം ഭയത്തെ തന്നെ ഒരു ശക്തിയാക്കി മാറ്റിക്കൊണ്ട്, എതിർപ്പുകളെയും പരിഹാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഭൂമിയിലെ ഏറ്റവും ശക്തമായ അതിജീവന തന്ത്രം പോലെ തന്നെ സംഘടന ശക്തിപ്പെടുത്തുന്ന യുവജനതയുടെ ഈ ആവേശം തന്നെയാണ് ഈ വലിയ വിജയത്തിന്റെ അടിത്തറ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ബയോളജി ആയാലും പൊളിറ്റിക്സിലായാലും ഒന്നുറപ്പാണ്: സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളവർ മാത്രമേ കാലത്തെ അതിജീവിക്കൂ.